ഞാനൊരു പണി കൊടുത്തിട്ട് തന്നെ ബാക്കി കാര്യം. എന്റെ പൈൻ്റ് മേടിച്ചിട്ട് എന്റെ പള്ളക്കൂട്ടി മോനെ ഒന്ന് ഫോൺ ചെയ്യുവാണേ. ശരി. അയ്യോ, സൗണ്ടെങ്ങാനും കേട്ട. ഹലോ ഹലോ, SI സാറാണോ? സാറേ, ഞാൻ രാമൻ നായരാണേ. രാമൻ നായർ, തുണ്ടിപ്പറമ്പ് രാമൻ നായർ. തുണ്ടിപ്പറമ്പ്. സാറേ, എൻ്റെ കോമ്പൗണ്ടിൽ കയറി ഡെയിലി കുറേ ആൾക്കാർ ചീട്ട് കളിയാ സാറേ. എത്ര ശ്രമിച്ചിട്ട് അവരോടൊന്നും ഒഴിഞ്ഞു മാറുന്നില്ല സാറേ. സാറേ, എങ്ങനെയെങ്കിലും ഒന്ന് അവരെ ഒന്ന് മാറ്റിത്തരണം. ഒന്ന് മാറ്റിത്തരണം സാറേ. എന്ത് ചെയ്താലും അവർ പോകുന്നില്ല, അതുകൊണ്ടാ. സാറ് പെട്ടെന്ന് വരുമല്ലോ. 10 മിനിറ്റ് കൊണ്ടോ? 10 മിനിറ്റ് കൊണ്ട് വരുമല്ലോ. വരണേ, ഞാനവിടെ കാണും. ശരി, ഞാൻ കാണാം. ശരി 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 ശരി, ഞാനവിടെ കാണും കേട്ടാ. നമുക്ക് കാണാം. ചേട്ടാ, പൈസ തരാതെ പോകത്തില്ല മോനെ ഞാൻ. നീ നല്ലൊരു പ്രവൃത്തി ചെയ്തിട്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞു. പോലീസുകാർ വരുമ്പോൾ ഞാനാ ഫോൺ ചെയ്തെന്ന് പറഞ്ഞിട്ടില്ല കേട്ടാ. കേട്ടാ, എൻ്റെ പുന്നാരക്കൂട്ടരല്ലേ. ഓക്കെ, താങ്ക്സ്. ഇന്ന് പണി കൊടുത്തിട്ട് തന്നെ ബാക്കി കാര്യം. ഇവിടെ എവിടെയാണ് അവന്മാരുടെ കേന്ദ്രം? ബൈക്ക് പതുക്കെ നിർത്തി നടന്ന് ചെന്നാലേ അവന്മാരെ പിടിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് സാർ ബൈക്ക് ഒതുക്ക്, ബൈക്ക് ഒതുക്ക്. ഓക്കേ. പതുക്കെ പോ, പതുക്കെ. ഞാൻ സ്കൂട്ടായേ. ഞാനെന്താ മൂത്രം ഒഴിച്ചിട്ട് വരാം കേട്ടോ. വരാം. പോലീസുകാരെ കൊണ്ട് തോറ്റു. ഇവന്മാരെ പിടിക്കുമല്ലോ. ഓടിക്കോളാ, പോലീസ് വരുന്നടാ. പിടിക്കൂടാ. എന്റെ പൊന്നു സാറേ, എന്നെ ഒന്നും ചെയ്യരുത്. അതിന് ഞാനാരോ കൊന്നില്ലല്ലോ, പിന്നെന്തിനാ എന്നെ അറസ്റ്റ് ചെയ്യുന്നു? നീ ആരെ കൊന്നിട്ടില്ലേ? നീ ആരെ കൊല്ലണ്ടാ? നിന്നെ ഞങ്ങൾ കൊല്ലും. ഈ മഴയത്തിട്ട് ഓടിച്ചതിന് നിനക്ക് പണി സ്റ്റേഷനിൽ ചെന്നിട്ട് തരാം. ഞാനും നനഞ്ഞല്ലോ, പിന്നെ നീ ഇങ്ങോട്ട് മാറി. നീ എന്ത് വൃത്തികേടാണ് കാണിച്ചത്? ഞാൻ എന്നെ വൃത്തിയുടെ, നിങ്ങളല്ലേ വൃത്തിയുടെ കാണിച്ചത്? വൃത്തികേട് കാണിച്ചത് ഞാനെന്റെ ഈ വൃത്തിയായിട്ട ശരീരം അറയ്ക്കുന്ന ഷർട്ട് നിങ്ങളല്ലേ ഊരിയെടുത്ത്. നിങ്ങൾക്കിപ്പോ എന്താ വേണം? എന്റെ അണ്ടർവെയർ വേണം. ഞങ്ങൾ ആ ചീട്ട് കളിക്കാരെ പിടിക്കാൻ വന്നപ്പോ നീ ബഹളം വെച്ചോണ്ടല്ലോ അവർ ഓടിയത്. ചീട്ട് കളിക്കാരെ പിടിക്കാൻ വന്നപ്പോ നീ ബഹളം വെച്ചോണ്ടല്ലോ അവർ ഓടിയത്. ഞാൻ ബഹളം വെച്ചോണ്ടൊന്നുമില്ല, പിന്നെ നിങ്ങളെ കണ്ടപ്പോഴാണ് അവർ ഓടിയത്. ഞങ്ങളെ കണ്ടപ്പോഴോ? പോലീസുകാരെ കണ്ട ഏത് ചീട്ട് കളിക്കാരും ഓടും, അത് പ്രകൃതി നിയമം ആണോ? ആ ചീട്ട് കളിക്കാരെ കൊണ്ട് ശല്യം മൂത്തിട്ട് ഈ സ്ഥലത്തിന്റെ ഓണർ ഫോൺ ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പൊ ഇവിടെ വന്നത്. അവരെ നീ ബഹളം വെച്ച് ഓടിച്ചില്ലടാ. നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടേ? ഞങ്ങൾക്ക് ചീട്ട് കളിക്കാരെ പിടിക്കണം. നിങ്ങൾക്ക് ഇതല്ലേ വേറെ ചീട്ടുകൾ കാണിച്ചെന്നാ പോരെ? അപ്പൊ അത് ശരി. അപ്പൊ ഏരിയ മുഴുവൻ ചീട്ട് കളിക്കാരാണല്ലേ? ആണെന്ന്. ഇതല്ലേ വേറെ സെറ്റപ്പ്. അതുപോലെ അത് മതി. ഫോളോ മീ.
ഇന്ന് അവനെയൊക്കെ പിടിച്ചിട്ട് ഇത് തന്നെ എന്നാ നോക്കി ഇങ്ങോട്ട് വരുന്നില്ല. വണ്ടിയിലോട്ട് കയറാം. ഏ വണ്ടിയിലോട്ട് കയറാൻ. അയ്യേ, ഇതാണ് ജീപ്പ് ആ കൊണ്ടുപോകുന്നില്ല. ജീപ്പൊന്നുമില്ല, നീ അതിലോട്ട് കയറിയാ മതി. ജീപ്പ് കൊണ്ടുപോകുന്നില്ല. ഇല്ല. ഇതേ ഞാൻ കയറത്തില്ല. എന്താ? ഇതേ വല്ല ഓവർലോഡും വെച്ച വല്ല പോലീസുകാരും പിടിച്ച. ഞങ്ങള് പോലീസുകാരാ, വേറെ പോലീസൊന്നും പിടിക്കുന്നില്ല, നീ അങ്ങോട്ട് കയറിക്കേ. ഓ, നിങ്ങൾ പിന്നെ പോലീസുകാരാണല്ലോ. പോലീസുകാർക്ക് എത്ര ലോഡ് വേണമെങ്കിലും വെക്കാലോ വെക്കാലോ വെക്കാലോ. വാചടിക്കാം, വണ്ടിയിലോട്ട് കയറാം. അങ്ങോട്ട് കയറിക്കേ. സാറ് കയറിയോ? നീ കയറിക്കടാ അങ്ങോട്ട്. ഞാൻ കയറാന്ന് പറഞ്ഞില്ലേ, പിന്നെ എന്താ? ലൈസൻസ് ഒക്കെ ഉണ്ടല്ലോ അല്ലേ? ഇടിക്കുന്ന നക്ഷത്രം ഇടിക്കുന്നവരുടെ ചിഹ്നമാണോ സാറേ ഇത്? അന്യന്മാരുടെയൊക്കെ ഒരു ചീട്ട് പോക്കില്ലാതെ. വാ, ഇങ്ങോട്ട് വാ. സാറേ പോലെ അവൻ ചീട്ട് കളിക്കാരെ പൊക്കാൻ വേണ്ടി നമ്മളെ കൊണ്ടുവന്ന സ്ഥലം കണ്ടോ? മെട്രോ ക്ലബ്. എന്റെ സാറേ, ഇത് മാന്യമായിട്ട് ചീട്ട് കളിക്കുന്ന സ്ഥലമാ. അവൻ നമുക്കിട്ട് പണി തരാൻ വേണ്ടി തന്നെ കൊണ്ടുവന്നല്ലേ? ഇവനെ ഇന്ന് ഞാൻ എന്താണോ നോക്കി നിൽക്കുന്നത്? ഈ വൃത്തിയായിട്ടോ കാണിക്കുന്നത് കണ്ടില്ലല്ലോ. സോറി സാർ. കണ്ടോ, പിടിച്ചു കൊടുത്ത എനിക്ക് അടി, പിടിക്കപ്പെട്ട ഇവർക്ക് സല്യൂട്ടും. ഇതാ പറഞ്ഞ് പണത്തിന് മീതെ പരുന്തും പറക്കത്തില്ല. നോട്ട് ദ പോയിന്റ്. ചേടാ, ഇവിടെ കൈ കാണിച്ചപ്പോ അവൻ അവിടെ കൊണ്ടു നിർത്തി. ഇവിടെ കൊണ്ട് സ്ഥലകാല പോകുന്നില്ല. പോയാ ഇടാൻ്റെ പോയി. ഇയാൾക്കൊന്നും ഒരു ശ്രദ്ധയില്ല. കാശ് കൊടുത്തു മേടിച്ച സാധനം കയ്യിൽ നിന്ന് പോയാൽ ഇയാളൊന്നും അറിയത്തില്ല. ഇനി എങ്ങനെ അവിടെ നിർത്തിക്കും? കൊടുക്കാതിരുന്നാലും മോശമല്ലേ? വഴിയുണ്ട്. സുരേഷ്, പോകാം. ഇങ്ങോട്ടിറങ്ങിക്കേ. ഇങ്ങോട്ടിറങ്ങാൻ. നമുക്ക് പോകണ്ടേ? എവിടെ? ആൻ്റപ്പൻ്റെ വീട്ടിൽ. എവിടെ? ആൻ്റപ്പൻ്റെ വീട്ടിൽ. ആൻ്റപ്പൻ്റെ വീട്ടിലോട്ട് 10-16 കിലോമീറ്റർ ഓട്ടം ഉണ്ട്. നിന്റെ വണ്ടി എന്നാ 10-16 കിലോമീറ്റർ ഓടത്തില്ലേ? ഓടും. ഓടിക്കഴിഞ്ഞ അവസാനം പൈസ ഇല്ലെന്ന് വല്ലതും പറഞ്ഞ എന്റെ സ്വഭാവം മാറും. ഓടുന്നതിന് മുമ്പാണ് പൈസ അല്ല. പീക്യൂഷ പോലും ഓടിക്കഴിഞ്ഞ മെഡൽ വായിക്കുന്നത് അറിയാവോ? അതിന് പിന്നെ നിനക്ക് മാത്രത്തില്ല ജാട എന്താ? അങ്ങോട്ട് കയറി മൂഡ് ഓഫ് ആക്കല്ലേ. പൈസ ഒക്കെ ഓട്ടം കഴിഞ്ഞും കൂടെ തരും. സൂചിപ്പിക്കല്ലേ. അവൻ്റെ ഒരു ദേഷ്യം. എടാ, നിന്നെ ഞാനല്ലേ വിളിച്ചത്, പിന്നെ നിനക്കുള്ള കൈ നീട്ടവാ ഇതിനകത്ത് ഇരിക്കുന്നത്. ഇത് മുഴുവൻ കാശാ മോനെ, കാശ്. ഇങ്ങോട്ടിറങ്ങിക്കേ. ഇങ്ങോട്ടിറങ്ങാൻ. നിങ്ങൾ ഇനി ഒന്നും പറയണ്ട, ഇങ്ങോട്ടിറങ്ങിക്കേ. സുരേഷ്, നീ ഞാനിനകത്ത് കേറിയപ്പോ പോലെ എന്നോട് പറയട്ടെ, ഇറങ്ങിപ്പോന്ന് കേട്ടോ. എടാ, ഇതുപോലൊരു ഓട്ടം നിനക്ക് ആരും തന്നിട്ടില്ല. എന്നെ ഇതിനകത്ത് നിറക്കി വിട്ട നിനക്ക് ശാപം കിട്ടും. എനിക്ക് ശാപം കിട്ടിക്കോട്ടെ. സത്യം പറ, നിങ്ങൾ ഇത് എവിടെ നിന്ന് മോഷ്ടിച്ചതാ? ഇത് എവിടെ നിന്ന് മോഷ്ടിച്ചാന്ന്? ഞാനിന്നൊരു സാധനം ആരുടെ മോട്ടിച്ചിട്ടില്ല കേട്ടടാ. എടാ, ഇതെനിക്ക് വഴി കിടന്ന് കിട്ടിയ സാധനമാ. ഏത് വഴി? എവിടത്തെ വഴി? എടാ, നമ്മുടെ ആൻ്റപ്പൻ്റെ അപ്പനില്ലേ, പുള്ളി മാർക്കറ്റിൽ പോയിട്ട് വന്നപ്പോൾ പുള്ളിയുടെ കയ്യിൽ നിന്ന് പോയ സാധനം ഇത് ആ പുള്ളിയുടെ കൊണ്ട് കൊടുക്കുക, അയാളുടെ പൈസ മേടിച്ച് നിനക്ക് തരിക. അപ്പോൾ അയാൾക്ക് അയാളുടെ സാധനവും കിട്ടും, നിനക്കൊരു ഓട്ടോ കിട്ടും. അത്ര ഞാൻ പ്രതീക്ഷിച്ചുള്ളൂ. അല്ലാതെ എനിക്ക് ഇതിനകത്ത് വലിയ ബെനിഫിറ്റ് ഒന്നുമില്ല. അല്ല, ഇന്നത്തെ കാലത്തൊരു ഉപകാരം ചെയ്ത് നോക്കും. നീ വണ്ടി വിടാവേ. സുരേഷ്, എന്താ ഇപ്പൊ ആൻ്റപ്പൻ്റെ അപ്പം നീയാണെന്ന് വിചാരിച്ചു. അപ്പൊ നിന്റെ ഒരു സാധനം കളഞ്ഞു. അത് ഞാനൊരു ഓട്ടോറിക്ഷ പിടിച്ച് നിന്റെ വീട്ടിൽ കൊണ്ടു തന്നാ നീ എനിക്ക് ഓട്ടോ കൂടി തരത്തില്ല? അത് പിന്നെ എന്താടാ ഒരു സംശയം? അത് പിന്നെ നമ്മുടെ ഒരു സാധനം കൊണ്ട് തരുമ്പോ നമ്മൾ ഓട്ടോ കൂടി കൊടുക്കണോ? അത്രേ ഉള്ളൂ. അപ്പൊ നിന്റെ സംശയവും തീർന്നു, എന്റെ ടെൻഷനും തീർന്നു. നീ വണ്ടി വിടും. അങ്ങേര് പൈസ തരുമായിരിക്കും അല്ലേ? തരാതിരിക്കത്തില്ല. തരേണ്ടതാ. പുള്ളി ഉപകാരം ചെയ്യുന്നവരാരും മറക്കത്തില്ല. നല്ല മനുഷ്യൻ. എന്നാലും ഇത്രയും കാശ് അയാൾ കളഞ്ഞിട്ട് പോയല്ലോ. ഈ ആൻ്റപ്പൻ്റെ അപ്പോഴൊന്നും ഒരു വിവരവും ഇല്ല.
ആൻ്റപ്പനൊന്ന് കാണട്ടെ. എൻ്റെ അപ്പനകത്ത് ഞാൻ ചവിട്ടിക്കൂട്ടി കൊട്ടയിറങ്ങിയത് അല്ലേടാ? നീ സമ്മതിക്കും നിന്റെ അപ്പനാണ്? ചേട്ടാ ഇത് കയറ്റിയത് അബദ്ധമായി പോയല്ലോ. എന്ന് വെച്ചാൽ ഇത് വലിയ ഫ്ലൈറ്റ് അല്ലേ? ഇത് പോടാ. ഇനി ഈ സാധനം കാണുമ്പോൾ അയാൾ ഹസ്ബൻഡ് ആവും അല്ലേടാ? ഒരു മിനിറ്റ്. ശരി ശരി ശരി. ആരാ? ആൻ്റപ്പനില്ലേ? ചേട്ടൻ ഇവിടെ ഇല്ലല്ലോ. ഇല്ലേ? ഇല്ല. എന്നാ ആൻ്റപ്പൻ്റെ അപ്പനെ ഒന്ന് വിളിച്ചു. ആ ശരി എന്നാ. കൊള്ളം കുടിച്ചോണ്ട് വരാൻ ആൻ്റപ്പനില്ല, ആൻ്റപ്പൻ്റെ അപ്പൻ. ഓ, കാശായിരുന്നല്ലേ. അപ്പച്ച കള്ളു കുടിച്ചിട്ട് ആരാണ്ട് വെളിയിൽ വന്ന് ചേട്ടനെ തിരക്കുന്നു. കള്ളു കുടിച്ചോ? ആ ചേട്ടനല്ലെന്ന് പറഞ്ഞപ്പോ പറയാം അപ്പച്ചൻ അങ്ങോട്ടിയല്ലേ. ആഹാ അതേത് കള്ളു കുടിയാടാ എന്നെ തിരക്കി വരുന്നത്? അതൊന്നും കാണണമല്ലോ. ഭയങ്കര സെറ്റപ്പൊക്കെയാ, പക്ഷെ ശ്രദ്ധയില്ല. ആരാ? ആരാന്നൊക്കെ പിന്നെ പറയാം, ഇരിക്കാതെ. ആഹാ എന്റെ വീട്ടിൽ കയറി വന്നിട്ട് എന്നോട് ഇരിക്കാനോ? ആ അത് തന്നെ പറഞ്ഞു, ഇരിക്കി. എന്നിട്ട് പറയാൻ കാര്യം എന്നാന്ന്. ആ പറ. അതെ, നമ്മളൊക്കെ എത്ര കഷ്ടപ്പെട്ട പൈസ ഉണ്ടാക്കുന്നറിയോ? താൻ എങ്ങനെയാ പൈസ ഉണ്ടാക്കുന്നത് എനിക്കറിയത്തില്ല, പക്ഷെ ഞാൻ കഷ്ടപ്പെട്ടാ പൈസ ഉണ്ടാക്കുന്നത്. ആണല്ലോ. അപ്പൊ നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ കൊടുത്ത് മേടിച്ച സാധനം കളഞ്ഞു പോയാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകത്തില്ലേ? ഉണ്ടാവും ഉണ്ടാവും. ഉണ്ടാവും. എടാ സുരേഷ മോനെടാ, വിഷമം ഉണ്ടാവുന്നു. ഡോ ആരുടെ എന്നാ നഷ്ടപ്പെട്ടെന്നേ ഈ പറയുന്നത്? ദേ ചൂടാവല്ലേ, ചൂടാവുന്നത് ശരിയല്ല. ഞാൻ നിങ്ങളുടെ സാധനം നഷ്ടപ്പെട്ട കാര്യം തന്നെ ഞാൻ അങ്ങോട്ട് പറഞ്ഞു വരുന്നത് കേട്ടോ. ആ ഞങ്ങളൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷേ ഇതെന്നാ വർത്താനം പറയുന്നത്? ഇപ്പോ ഒരിടത്തും പോയിട്ടാണോ വരുന്നത്? പോയായിരുന്നു. എവിടെ? മാർക്കറ്റിൽ പോയായിരുന്നു. മാർക്കറ്റിൽ പോയി. ആ എടാ മാർക്കറ്റിൽ പോയിട്ട് വന്നിരിക്കുക പുള്ളി. എന്നിട്ട് വല്ല സാധനം നഷ്ടപ്പെട്ടായിരുന്നോ? ഇല്ല നഷ്ടപ്പെട്ടിട്ടില്ല. ഒന്നും കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടില്ല. മോളെ എന്തെങ്കിലും നഷ്ടപ്പെട്ടുണ്ടോ നോക്കി. ആ പോയി നോക്കിയിട്ട് വന്നിട്ട് പറയാം കേട്ടാ. അതെ, ഒരാളൊരു ഉപകാരം ചെയ്യാൻ നോക്കുമ്പം അയാളെ തള്ളി പറയരുത്. പറഞ്ഞു മനസ്സിലായോ? ഞാൻ എന്തോരം റിസ്ക് എടുത്ത ആ സുരേഷ് മോന്റെ ഓട്ടോറിക്ഷയിൽ ഇവിടെ കൊണ്ട് തരുന്നതെന്നറിയാവോ? എന്റെ ഓട്ടോറിക്ഷ കൂലി ഉണ്ടായിരുന്നെങ്കിൽ ഞാനത് എടുത്തോടുത്ത് കൊണ്ടിട്ടാണ്. എങ്കിൽ പിന്നെ താൻ എടുത്തെടുത്ത് കൊണ്ടിടോ. എന്നാ എടുത്തെടുത്ത് കൊണ്ടിടാൻ എനിക്ക് ഇത് തന്നെ പറഞ്ഞു. എനിക്ക് ഇത് തന്നെ പറഞ്ഞു. അപ്പച്ച നമ്മുടെ ഒരു സാധനം പോയിട്ടില്ല. അങ്ങനെ ഒരു സാധനം പോയിട്ടില്ല. ഓ, അപ്പച്ചൻ നമ്മുടെ ഒരു സാധനം പോയിട്ടില്ല. അപ്പച്ചനും കൊള്ളാം, മരുമോളും കൊള്ളാം. നിങ്ങളുടെ ഒരു സാധനം പോയിട്ടില്ല. പോയിട്ടില്ല. ഒന്നും പോയിട്ടില്ല. ഇല്ല ഒരു സാധനം പോയിട്ടില്ല. എടോ ഒരു സാധനം പോയിട്ടില്ല. പിന്നെ ഇതാറ ഈ സാധനം അങ്ങോട്ട് നോക്കിക്കേ. ഒരു സാധനം പോയിട്ടില്ലെന്ന്. ഇപ്പൊ സാധനം കാണുമ്പോ നിങ്ങൾ ഞെട്ടും. കണ്ടോ? എന്താ വേണ്ടേട്ടാ? ഒരു ചെരുപ്പ് വേണമായിരുന്നു. സൈസ് എത്ര? 7 ഇഞ്ച്. 7 ഇഞ്ച് അല്ലേ? ചേട്ടാ ഇത് നല്ല ടൈപ്പാ, നല്ലപോലെ ലാസ്റ്റ് ചെയ്യും, നല്ല സൂപ്പർ ഗ്രിപ്പുള്ള ടൈപ്പാ. ഇതിൽ ആശൊന്നും ചെയ്യത്തില്ല. ഈ സെയിം സാധനം എന്റെ കാലേ കിടക്കുന്നത്. ദാ നോക്കേ, കണ്ടോ? നീ എന്താടാ ഇത്ര കിഴിച്ചു വെച്ച് നോക്കുന്നേ? ദേ നോക്കേ. എന്താ 4 വർഷം അവള് മേടിച്ചിട്ട് ടപ്പേന്ന് പള്ളി പൊട്ടിപ്പോയി. ഞാനിപ്പോ എന്ത് ചെയ്യാനാ? 4 വർഷോ? എന്റെ പൊന്നി ഏട്ടാ, ഇന്നത്തെ കാലത്ത് ആരെങ്കിലും ഈ 4 വർഷമൊക്കെ ഈ ചെരുപ്പ് ഉപയോഗിക്കൂ? മാക്സിമം ഒരു 6 മാസം. 6 മാസം പോയിട്ട് 6 വർഷം ഞാൻ ഉപയോഗിക്കും കേട്ടോ. താനങ്ങ് പോ. നീ നിന്റെ പണി നോക്കിയാ മതി കേട്ടോ. ചെരുപ്പിനെയും പേടിക്കണം, ചെരുപ്പ് തരുന്നവനെയും പേടിക്കണം എന്ന് വെച്ചാൽ. ചേട്ടാ ഇതെന്നാ? ചേട്ടന്റെ പഴയ ചെരുപ്പാ. ഇത് പൊട്ടിയ ചെരുപ്പല്ലേ? ഇത് ഇവിടെ ഇടാൻ പറ്റത്തില്ല. നീ ചേട്ടൻ പോണ വഴിക്ക് എവിടെയെങ്കിലും കൊണ്ട് കളാ. എന്നാ ചെയ്യാനെന്നൊക്കെ. ഇത് പൊട്ടിയാൽ എന്നെ വിടത്തില്ലെന്ന് ഓർക്കുമ്പോഴാ. ഇതെന്ത് വൃത്തിയായിട്ട സാധനമാണോ ഇത്? അല്ല അത് പിന്നെ മോളെ,
ഈ ആൻ്റപ്പൻ്റെ അപ്പൻ്റെ ഒന്നും സാധനം കളഞ്ഞു പോയി. ആ. ഞാനത് ഒരു ഓട്ടോറിക്ഷ പിടിച്ച് ഇവിടെ കൊടുത്തത്. പക്ഷെ അത് ഇത്രയും വൃത്തികെട്ട സാധനമാണെന്ന് ഞാൻ അറിഞ്ഞില്ല. സത്യമായിട്ടും ഇത്രയും വൃത്തികെട്ട സാധനമാണ് ഞാൻ റോഡിൽ കളഞ്ഞത്, മനസ്സിലായോ? അയ്യ. അതെടുത്തോണ്ട് ഇങ്ങോട്ട് വന്നിരിക്കുക, എന്നെ നാറ്റിക്കാൻ. എടുക്കടാ, എടാ എടുക്കാൻ. എനിക്കൊന്നും വേണ്ട. നിനക്കൊന്നും വേണ്ടോ? എനിക്കൊന്നും വേണ്ട. അങ്ങോട്ട് പിടിക്കടാ. ഞാൻ കൊന്നോളെ തന്നെ. ഇറങ്ങടാ, ഇറങ്ങാ. ഛേ, ഇറങ്ങടാ. പോവാനെ പോട്ടെ. അവൻ വന്നിരിക്കുന്ന ഒരു പരോപകാരി. കണ്ണിച്ചോരയില്ലാത്തോൻ. വേഗം വാ. ആഹാ, ഇപ്പൊ പോവാണല്ലോ. ഇവിടെ, ഇവിടെ, അവിടെ നിക്ക്, അവിടെ എന്താ നിക്ക്. ഇതും കൊണ്ട് അങ്ങോട്ട് പോവോ? ആ, നമുക്ക് പോകണ്ടേ? എന്റെ ഓട്ടോ കൂലിങ് എന്ന്, എന്നാ? എന്റെ ഓട്ടോ കൂലിങ് ഇങ്ങോട്ട് തരാൻ. അത് പിന്നെ ഏത് പിന്നെ? എടാ സുരേഷേ, ആ. ഇപ്പൊ അങ്ങോട്ട് അങ്ങോട്ട് ഇപ്പൊ ആൻ്റപ്പൻ നീയാണെന്ന് വിചാരിച്ചു. മാറ്റും. ആ. അപ്പൊ നിന്റെ ഒരു സാധനം കളഞ്ഞു പോയി. ആ, ആ, ആ. അത് ഞാൻ ഈ ഓട്ടോറിക്ഷ മാറ്, 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 മാറ്. നിന്നെ കൊണ്ട് തരുവാ. ആ. അപ്പൊ നീ എനിക്ക് ഓട്ടോ കൂലി ഒന്നില്ല. അതിനപ്പോ ഞാൻ എന്ത് ഞാൻ എന്ത് ചെയ്യുന്നോ? ചെയ്യാം?